ചില NRIസിന് തിരിച്ച് നാട്ടിലോട്ട് വരാനാണ് പ്ലാൻ. ചിലരാണെങ്കിൽ ഒരിക്കലും തിരിച്ച് നാട്ടിലോട്ട് വരില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടുപോകുന്നു. ചിലർക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടും തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് പേടിയുള്ളവരുമുണ്ട്. പ്രവാസികളുടെ ജീവിതവും അത്രയും ഡീപ്പായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം NRI ആയിട്ട് ജീവിച്ച ഒരാളൊന്നും അല്ല ഞാൻ. എന്നാലും ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളും എൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചിന്തകളുമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. NRIകളുടെ കാര്യം അല്ലെങ്കിൽ പ്രവാസികളുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ആരും അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. ഒരു മേജർ ലെവലിൽ NRIs ഒക്കെ മിസ് ചെയ്യുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, അതിപ്പോൾ ഗൾഫ് കൺട്രീസിലാണെങ്കിലും മറ്റുള്ള കൺട്രീസിലാണെങ്കിൽ പോലും ഒരു വലിയ പോപ്പുലേഷൻ ആളുകളും അവരുടെ വെക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിലോട്ട് തന്നെയായിരിക്കും. ഒരു പരിധി വരെ അത് ഫെയർ ആണ്. കാരണം അവർക്കൊക്കെ തിരിച്ച് അവരുടെ നാട്ടിൽ പോകാനും നാട്ടിലുള്ളവരെ കാണാനും സ്ഥലം കാണാനും അവരുടെ ഫ്രണ്ട്സിനെ ഫാമിലിയും ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫെയർ ആണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇവരെപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം, മറ്റൊരു കൺട്രിയിലോട്ടോ അവർ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്തോട്ടോ ഒരു വെക്കേഷൻ എപ്പോഴും അവർക്ക് പോസിബിൾ ആയിരിക്കില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഒരുപാട് പൈസയും ഒരുപാട് വരുമാനമുള്ള ആളുകൾക്ക് 1, 2, 3 വെക്കേഷൻ ഒരു വർഷം എടുക്കാൻ സാധിച്ചേക്കാം. അങ്ങനെയുള്ളവരുടെ കാര്യം നമ്മൾ സാധാരണ ഈ ചാനലിൽ സംസാരിക്കാറില്ല. നമ്മൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വർഷത്തിൽ 1 അതല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു തവണയൊക്കെ ആയിരിക്കും വെക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മോസ്റ്റ്ലി അവർ എടുക്കുന്ന വെക്കേഷൻ ഇന്ത്യയിലോട്ടാവുന്ന സമയത്ത് അവർക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് നടക്കുന്നൊരു സംഭവം, അവർക്ക് മറ്റുള്ള രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വെക്കേഷൻ എടുക്കാനോ ഉള്ള ചാൻസസ് അവർക്ക് കിട്ടില്ല. ഇനി രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വളരെ സിമിലർ ആയിട്ടൊരു കാര്യം തന്നെയാണ്. ഒരു വലിയ പോപ്പുലേഷൻ ആളുകൾക്കും അവർ ഇന്ത്യയിലെ ഒരു വെക്കേഷൻ എടുത്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പോലും ഇനി എന്നാണ് നാട്ടിൽ പോകാൻ പറ്റുന്നത് എന്നുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാരം കൊണ്ടാണ് ഇവർ നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൾഫിലുള്ള ആളുകൾക്ക് ഇങ്ങനൊരു ചിന്തയുണ്ട്. പക്ഷേ മറ്റുള്ള നാട്ടിലുള്ള ആളുകൾ, അതായത് ഇപ്പം നമ്മുടെ യൂറോപ്പോ US ഓസ്ട്രേലിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്കൊന്നും അവരുടെ ചിന്തയൊന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. വലിയൊരു മേജർ പോപ്പുലേഷൻ അവരെവിടെ ആയിക്കോട്ടെ അവർക്ക് ഈ ഒരു ചിന്തയുള്ള ആളുകൾ ഒരുപാടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വലിയൊരു പോപ്പുലേഷനും അവർ ഉറ്റുനോക്കുന്നത് അവർ അടുത്തത് എപ്പോഴാണ് അവർക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റുന്നത് എന്നുള്ള തരത്തിലാണ്. ഇതൊരു വളരെ മോശം കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മോശം കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന അവർ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ നിൽക്കുന്ന രാജ്യത്തെ ഒരുപാട് എക്സ്പീരിയൻസസും ഒരുപാട് പ്ലേസസും പോയി അതൊക്കെ കാണാനോ പോയി അത് വാങ്ങാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാനോ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഈ ഒരു തോട്ട് അത് കാരണം നടക്കാതെ പോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് ചിലരുടെ കാര്യത്തിലെങ്കിലും. ഒരുപാട് പ്രാരാബ്ധവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെയെങ്കിലും നാട്ടിലേക്ക് പോകുന്ന ഈ ഒരു പോക്കിന് വേണ്ടിയുള്ള അവരുടെ പ്രിപ്പറേഷൻ അവർ ഒരു തവണ നാട്ടിൽ പോയി തിരിച്ചു വന്നാൽ അപ്പം തന്നെ തുടങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രസൻറ്റ് ലൈഫ് അവർക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമുക്ക് ബിലോങ്ങിങ് തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യം. വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. എത്ര പേർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡീപ്പ് ഡൗൺ നമ്മൾ ഒരു രാജ്യത്ത് ചെന്ന് എത്രയൊക്കെ നമ്മൾ കൾച്ചറലി സിങ്ക് ആവാൻ നോക്കിയാലും അവിടെയും ഇവിടെയൊക്കെ ചില ആളുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്ന്. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസസ് എന്നോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബിലോങ്ങിങ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ വരാൻ പോകുന്ന വലിയൊരു ഗ്യാപ്പ്. അമേരിക്കയോ കാനഡയോ യൂറോപ്പോ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ അവർക്ക് അടുത്ത ജനറേഷൻ, അടുത്ത കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറിലേക്കായിരിക്കും ഈ കുട്ടികളൊക്കെ എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പോൾ അവരുടെ നാട്ടിലുള്ള അവരുടെ ഫാമിലിയുമായിട്ടോ അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസുമായിട്ടോ ഒക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ലാംഗ്വേജ് മാത്രമല്ല കൾച്ചറലിയും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഞാൻ ഏത് ആർട്ടിക്കിളാണെന്ന് ഓർക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. US മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരാൾ, അയാളുടെ മകൻ അവിടെയാണ് വളർന്നിട്ടുള്ളത്. അവർക്ക് ഇന്ത്യയിലെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷെ അവരൊരിക്കൽ ഷെയർ ചെയ്തത് കുറേ നാൾ അവിടെ ജീവിച്ചതിന് ശേഷം അവർക്ക് ഫാമിലി ആരും ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. അവർക്ക് കസിൻസ് ഇല്ല, അങ്കിൾമാരില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇല്ല, ഇവരാരും ഇല്ലാത്ത ഒരു ഫീല് തോന്നിയിട്ടുണ്ട് എന്ന് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷന് ഇവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ കുട്ടികൾക്കും ചിലപ്പോൾ ഒരു മിസ്സിങ് ഫീലിംഗ് തോന്നിയേക്കാം. എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല.
ബട്ട് സ്റ്റിൽ നമ്മുടെ റൂട്ട്സ് എവിടെയാണെന്ന് അവർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ആരും ഇല്ലേ, നമുക്ക് ഫാമിലി എന്ന് വിളിക്കാൻ ആരും ഇല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അവർക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ആളുകളെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അവർ കണക്ഷൻസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനും കുട്ടികളെ അവരുടെ ലാംഗ്വേജ്, അതായത് ഇന്ത്യയിലുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള കാര്യം. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് ആണെന്ന് തന്നെ പറയുന്നില്ല, കാരണം കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത്. ബട്ട് ഞാൻ പറഞ്ഞത് ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ ബ്യൂട്ടിഫുള്ളി അത് മാനേജ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് എന്നാണ്. പിന്നെ അങ്ങനെ എഫേർട്ട് ഇടാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ശരിയാണെന്നോ ഇത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സെക്കൻഡ് ജനറേഷൻ ഓഫ് മൈഗ്രൻസ് അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ഒരു മിസ്സിങ് ചിലപ്പോൾ തോന്നിയേക്കാമെന്ന്. സിമിലർ ആയിട്ടൊരു കാര്യം നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്, അതായത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഫസ്റ്റ് ജനറേഷൻ ആളുകൾക്ക് തോന്നുന്നത് ഈ ഗെറ്റിംഗ് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫീൽ തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മുടെ ഫാമിലിയും നമ്മുടെ കസിൻസും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും പല രാജ്യത്താണ്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ കസിൻസും സെയിം ടൈം നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ആളുകളെ നമ്മൾ വർഷങ്ങളോളം കണ്ടില്ല എന്ന് വരും. എപ്പോഴും അവരുമായിട്ട് കണക്ഷൻ നമുക്ക് ഇന്റർനെറ്റിൽ കൂടെ തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ടാണെങ്കിലും നമ്മൾ ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെയും കാണാനില്ല എന്നൊക്കെ. ഇപ്പോൾ ക്ലോസ് ആയ ഫ്രണ്ട്സ് വരെ മറ്റ് കൺട്രീസിലായിരിക്കാം. ഇപ്പം നമ്മൾ വരുന്ന അതേ സെയിം സമയം തന്നെ അവർക്ക് വരാൻ പറ്റണമെന്നില്ല, കാരണം ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. സിമിലർ ആയിട്ടുള്ള മേജർ മിസ്സിങ് തന്നെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ വളരെ സില്ലി ആണല്ലോ എന്ന് തോന്നിയേക്കാം, ബട്ട് സ്റ്റിൽ അതിനൊരു ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കൊരു വെഡ്ഡിങ്ങോ അതല്ലെങ്കിൽ വളരെ ഡിയർ ആയിട്ടുള്ള ആളുകളുടെ ഫ്യൂണറലോ ഇതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയ ബർത്ത്ഡേ പാർട്ടിയോ ഇതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതും ഒരു മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് തന്നെ ബേസിക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ ഞാൻ എപ്പോഴും ഫിനാൻസും പ്രൊഡക്ടിവിറ്റിയും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ NRIസിൻ്റെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ NRIസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നത്, തിരിച്ച് വന്നൂടെ എന്ന്. അപ്പം നെഗറ്റീവ്സ് പോലെ തന്നെ അതിലേറെ പോസിറ്റീവ്സ് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഒരുപാട് ആളുകളും മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ജീവിക്കുന്നത്. അതിലേറെ പോസിറ്റീവ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഫാക്ടർ ആയിരിക്കാം അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. മേ ബി അത് ഫിനാൻസ് ആയിരിക്കാം, പണമായിരിക്കാം, അറിയില്ല. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ അറിവും എൻ്റെ ചിന്തകളും വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിരിക്കുന്നത്. നാളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും മാറിയേക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നെങ്കിലും ഫീൽ ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള NRIs ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊന്നെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ആരും അധികം പറയാത്ത, ആരും ഷെയർ ചെയ്യാൻ അത്രയ്ക്കൊന്നും മുമ്പോട്ട് വന്നിട്ടില്ലാത്തതായിട്ടുള്ള നമ്മുടെ NRIs ഒക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും.